ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി അതുകൂടി ഇട്ട് കൊടുത്ത് ഒരു അല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. ഇതൊരു 4 മുട്ടയാണ്, അത് ഞാൻ ഇങ്ങനെ നടുവേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഭാഗം താഴേക്ക് വെച്ച് വേണം ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ, ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണ്ണിയൊക്കെ പൊട്ടിപ്പോരും. 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. ഞാനിപ്പോൾ എല്ലാം കോരി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ്, അതിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകാണ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് 2 മീഡിയം സൈസ് സവാള വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള വേഗം വഴന്നു വരുന്നതിനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവാണ് ഇതിനുണ്ടാകുന്നത്. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കൊറിയൻഡർ ലീഫ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. പിന്നെ ഇതൊരു 1 ടീസ്പൂൺ വിനാഗിരിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല, ഒരു ചെറിയ പുളിരസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തത്. അതുകൂടി ഇട്ട് അത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം അധികം നമ്മൾ ഇളക്കാൻ പാടില്ല. ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന രീതിക്ക് ഒന്ന് മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ രീതിയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അവസാനമായി അല്പം മല്ലിയില കൂടി തൂവി കൊടുക്കാം. നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്